ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് നാളെ, അഥവാ നാളെ തിങ്കളാഴ്ച, വിശുദ്ധ റബീഉൽ അവൽ 12. വലദത്ത് സ്വബീഹത്തഹ, നാളത്തെ പ്രഭാതത്തിലാണ് ഹബീബിനെ പ്രസവിക്കപ്പെട്ടത്. മാഷാ അല്ലാഹ്. ഹബീബിൻ്റെ സ്വഭാവങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിഷ്കാത്തിൽ. കേൾക്കി. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വല്ലൽ വദാത്ത, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ, ജാഅ ഖദമുൽ മദീന, മദീനയുള്ള ഖാദിമീങ്ങൾ വരും, ബി ആനിയത്തിഹിം, അവരുടെ പാത്രവുമായിട്ട് വരും, ഫീഹൽ മാ, അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറച്ച് പാത്രത്തിൽ വെള്ളമാക്കി ഒരു വരും. എന്തിനു വേണ്ടി അറിയോ? റസൂലുള്ള കൈയിടാൻ വേണ്ടി. ഫറുബമാ ജാഹുബിൽ ഒദാത്തിൽ ബാരിത, ചിലപ്പോൾ തണുപ്പുള്ള പ്രഭാതത്തിലായിരിക്കും, തണുപ്പുള്ള സമയത്തായിരിക്കും വെള്ളം കൊണ്ടുവരിക. റസൂൽ എന്ത് ചെയ്യും? ഫയഗ്മസു യദഹു ഫിഹ, എല്ലാവരുടെ പാത്രത്തിലും കൈയിട്ട് കൊടുക്കും റസൂലുള്ളാഹി തങ്ങൾ. അപ്പം മുബാറക്കത്തായ ഏതാടോ ഇൽമിൻ്റെ അഹ്ലുകാർ, ബറക്കത്തിൻ്റെ അഹ്ലുകാർ, ഓലെ കൈയിട്ടതൊക്കെ ബറക്കത്ത് തന്നെയാണ്. കണ്ടല്ലേ? ഫയത്ലുബൂനൽ ബറക്കത്ത വന്നമാഅ വൽ ആഫിയത വശിഫാ. ഇത് മരുന്നാക്കാൻ വേണ്ടി റസൂലുള്ളാഹിൻ്റെ കൈ തൊട്ടവന് മരുന്നാ, ഔഷധമായി, ബറക്കത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി കൊണ്ടുവരുന്നത്. എല്ലാവരുടെ പാത്രത്തിനും റസൂലുള്ളാഹി തങ്ങൾ കൈയിട്ട് കൊടുക്കും. മാഷാ അല്ലാഹ്. തുത്വീബൻ ലി ഖവാതിരിഹിം വതഹ്സീലൻ ലി മഖാസിദിഹിം, പല മനസ്സിന് റാഹത്ത് കൊടുക്കാൻ വേണ്ടി എന്നെയും പരിഗണിച്ചല്ലോ ഓല ലക്ഷ്യം കരസ്ഥമാക്കി കൊടുക്കാൻ വേണ്ടി. എന്ത് മുത്ത് ഹബീബ്. ഇപ്പം തണുപ്പുള്ള രാവിലേക്ക് വരുമ്പോഴേ, പോയടാ, എനിക്ക് തണുപ്പാണ്, ഞാൻ കൈയിട്ടെന്ന് പറയുന്നില്ല, എല്ലാവരും പാത്രവും കൈയിട്ട് കൊടുക്കും. മാഷാ. വഹാബി കണ്ടടോ, ബറക്കത്തെടുക്കണം, ബറക്കത്തില്ലാതെ കണ്ടഞ്ഞ്. ബഹുമാനപ്പെട്ട മുഹദ്ദിസുകൾ പറയുന്നു, ഫിഹി തകല്ലുഫുൽ മശാഖി, ഇടങ്ങേറുള്ള സംഗതി ചെയ്യലുണ്ട് ഇതിൽ. എന്തിനു വേണ്ടി അറിയോ? എന്തിനാപ്പോൾ ഹബീബ തണുപ്പുള്ള പ്രഭാതത്തിലൊക്കെ ആ ബറക്കത്തിലൊക്കെ ഇട്ടുകൊടുക്കണ? ലി തതീബി ഖുലൂബിന്നാസ്, ജനങ്ങളെ ഖൽബിനെ സംതൃപ്തിയാക്കാൻ വേണ്ടി. നേരത്തെ പറഞ്ഞ നമ്മൾ ലാസിയമ മഅൽ ഖദമി വൽവഅഫാ, ദുർബലർ, ഖാദിമീങ്ങൾ, ഓലക്കൊന്നും കൂടി റാഹത്താക്കി കൊടുക്കാൻ വേണ്ടി. വലിയതബറകൂ ബിഇദ്ഖാലി യദിഹിൽ കരീമത്തി ഫീ അവാനിഹിം, അവരുടെ പാത്രങ്ങളിൽ ആ കരീമത്തായ ബറക്കത്തുള്ള കൈ പ്രവേശിപ്പിക്കൽ കൊണ്ട് അവർക്ക് ബറക്കത്തെടുക്കുവാൻ വേണ്ടി. പിന്നെ എന്തുണ്ടായില്ല? ബയാനു തവാളുഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅൽ ദുഅഫാ, ദുർബലരോടുകൂടെ ഹബീബിൻ്റെ വിനയം. നമുക്ക് നല്ല പാടാ. നമുക്ക് കാശുള്ള ആൾ കണ്ട ഒരു ഔങ്ങല, ഒരു വിനയ. എന്തിനടോ? ഒരാളെ കാശിന് വേണ്ടി ദുന്യാവ് കണ്ട് നമ്മൾ ഒരാൾ വിനയം പ്രകടിപ്പിച്ചാൽ ദീനിൻ്റെ 1/3 പോയി എന്നാണ്. ഹബീബിനെ കണ്ട് പഠിക്കണം. മാഷാ അല്ലാഹ്. കാന അർഹമന്നാസി ബിസ്ബിയാനി വൽ അയാൽ, ചെറിയ മക്കളോട് തന്നെ പറ്റി ജീവിക്കുന്ന തൻ്റെ ആശ്രിതരോടൊക്കെ വല്ലാത്ത കാരുണ്യമായിരുന്നു ഹബീബ്. വഫിൽ ജാമിഇ ഖാന മിമ്മാ യഖൂൽ ലിൽ ഖാദിമി അലക ഹാജത്തുൻ, ഖാദിമിയോട് എന്തേ ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാനൊക്കെ ശരിയാക്കി തരാം. മാഷാ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം.
ബഹുമാനപ്പെട്ട അനസ് എന്ന് എടുത്തിട്ട് ഒന്ന് റിപ്പോർട്ട് മഹാൻ പറയാം, പിന്നെ ഇന്നമ്രാത്തൻ ഖാനത്ത് ഫി അഖ്ലി ആശയം, ചെറിയ ബുദ്ധിക്ക് കുറച്ച് പ്രശ്നമൊരു പെണ്ണ്, എല്ലാവരും പരിഗണിക്കും റസൂലുള്ളാഹി തങ്ങളെ, ഒക്കെ ദീനിയായിട്ട് തന്നെയാണ്. പെണ്ണെന്ന് പറയും, യാ റസൂലല്ലാഹ് ഇന്നലിയിലേക്ക് ഹാജ, എനിക്ക് നിങ്ങളെ കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഹബീബ് പറയും, യാ ഉമ്മ ഫുലാൻ, ഇന്നോൻ്റെ അമ്മേ, എന്താ വേണ്ടത്? ഒന്നൂരി ഐസിക്കി ഷീത്തി ഹത്ത അഖ്ലിയലക ഹാജതക ഫഖലാ മഅഹാ ഫി ബഅദി തുറുഖി. ഞാൻ എന്താ ചെയ്യേണ്ടി? ഞാൻ എടുക്കാൻ പോരണ്ടി? ഞാൻ അങ്ങോട്ട് പോരാ, എൻ്റെ ആവശ്യം നിറവേറ്റിത്തരാം. മാഷാ അല്ലാഹ്. ഫഖലാ മഅഹാ ഫി ബഅദി തുറുഖി. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ആ സുഖമില്ലാത്ത പെണ്ണിനെ കുറച്ചങ്ങോട്ട് ചെല്ലും. വഖഫ മഅഹ, ആ പെണ്ണിനോട് കൂടെ നിൽക്കും. വസമിയ കലാമഹ വറദ്ദ ജവാബഹ. കണ്ടോ, ചോദ്യത്തിന് മറുപടി ഒക്കെ കേൾക്കും റസൂലുള്ളാഹി തങ്ങൾ, ആ താത്ത പറഞ്ഞത്. എന്നിട്ടോ മറുപടി കൊടുക്കും. ഹത്താ ഫറഗത്ത് മിൻ ഹാജത്തിഹാ, 36 ആവശ്യം കഴിച്ചോളും ഒക്കെ നിന്ന് കേൾക്കും. അതിൻ്റെ അടുത്ത് മുഖാമോ നോക്കിയൊന്നും വെക്കണ്ട, ഇത് ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫീഹി ഖൽവത്തുണ്ടും പറയണ്ട. എന്താ മറുപടി? വഫീഹി തംബീഹുൻ, ഈ ഹദീസിൽ ഉണർത്തലുണ്ട്. ഇത് വഴിയിലാണ് ഒറ്റക്ക് നിൽക്കുന്നത്. അല അന്നൽ ഖൽവത മഅൽ മർഅത്തി ഫി സുഖാഖ്, വഴികളിൽ ഒരു പെണ്ണിനോട് കൂടെ തനിച്ച് നിൽക്കൽ, ലൈസ മിൻ ബാബിൽ ഖൽവത്തി മഅഹാ ഫി ബൈത്ത്, ഒരു പെണ്ണിൻ്റെ ഒപ്പം ഒരു റൂമിൽ ഒറ്റക്ക് നിൽക്കുക, ഒരു വീട്ടിൽ ഒറ്റക്ക് പ്രശ്നമാണ്. ഇപ്പം ചില ആളുകളൊക്കെ കാണാം, കടയിലൊക്കെ മുതലാളി ഉണ്ടാവും, പിന്നെ അന്യ പെണ്ണ് പണിക്കാരത്തി ഉണ്ടാവും. ഹറാം, അത് ഖൽവത്ത് തെറ്റാണ്, അവിടെ പിശാച് വരുന്ന. ഇവിടെ പറയാ ഇത് ഖൽവത്തല്ല, ഇതൊരു ആളുകൾ നടക്കുന്ന വഴിയാണ്. മാഷാ അല്ലാഹ്. അപ്പം അതിലൊക്കെ പാഠങ്ങളുണ്ട് നമുക്ക്. എന്ന് മാത്രമല്ല, തൻ്റെ അസ്ഹാബ് അന്ന ബഅദൽ അസ്ഹാബി ഖാനു വാഖിഫീന ബഈദൻ, ഓലൊക്കെ കുറച്ച് അപ്പുറത്തുണ്ടായിരുന്നു. തൻ്റെ അനുചരന്മാർ, തൻ്റെ സഖാക്കൾ, തൻ്റെ സ്വഹാബത്ത്. ഈ മസാലയൊക്കെ ആരാ നോക്കൽ? നമുക്ക് തോന്നിയേ ചെയ്യുക, നമുക്ക് തോന്നിയേ പോരാ. എങ്ങനെ നമ്മളെ സ്വഭാവം? അങ്ങനെ പറ്റില്ല. പക്ഷേ അപ്പോൾ ഇതിലിപ്പോൾ എന്താ പാഠം? എത്ര വലിയ പൊട്ടത്തി വന്നിട്ട് ചോദിക്കുകയാണ്, ഒരു ബുദ്ധിക്ക് പ്രശ്നമില്ലാതെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതൊക്കെ പരിഗണിക്കും. മാഷാ അല്ലാഹു ഖാൻ. വഅൻഹു അന്നഹു ഖാൽ ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ ലആനൻ വലാ സബ്ബാബൻ. ബശൽ പറയില്ല, ബശൽ ഫുഷുള്ള സലാം വേണ്ട തോന്നിയത് പറയില്ല, ലഅനത്തിൻ്റെ വർത്തമാനം പറയില്ല, ചീത്തയുടെ വർത്തമാനം പറയില്ല, ഒന്നും പറയില്ല. പണ്ട് യാ റസൂലല്ലാഹ് ഉദ്ഉ അൽ മുശ്രിക്കീന, ആ ബഹുദൈവ വിശ്വാസികൾക്കെതിരെ നബിയെ ഓൽക്കെതിരെ ദ്വാരനാളിന്ന് പറയുന്ന സംഗതി മുറാദൊക്കെ ഹാസിലാവുമല്ലോ. റസൂല പറഞ്ഞു, ഇന്നീലം ഉബ്അസ് ലആന, ഒരു ശപിക്കുന്നയാളായിട്ടല്ല എന്നെ അയക്കപ്പെട്ടത്. വ ഇന്നമാ ബുഇസ്തു റഹ്മ, എന്നൊരു കാരുണ്യമായിട്ടാണ് എന്നെ അയക്കപ്പെട്ടത്. അതിൽ ഇന്നാസി അമ്മ വലിൽ മുഅ്മിനീന ഖാസ. മാഷാ അല്ലാഹ്. എന്താ? മൊത്തം മനുഷ്യർക്ക് കാരുണ്യം, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്കും കാരുണ്യമായിട്ടാണ്. മുതഹല്ലിക്കൻ ബിവസ്ഫൈ റഹ്മാനിർ റഹീം, റഹ്മാൻ്റെ വസ്ഫുണ്ട്, റഹീമിൻ്റെ വസ്ഫുണ്ട്. റസൂൽ റഹ്മാൻ എന്താ? ഈ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യും. അതേപോലെ റഹ്മാൻ എന്ന വിശേഷണം റസൂലുള്ളാഹി തങ്ങൾക്കുണ്ട്. അതായത് ഈ ദുനിയാവിൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ആശയങ്ങൾ അംഗീകരിക്കുന്നവർക്കും അല്ലാത്തവർക്കും മൊത്തം കാരുണ്യം ചെയ്യും. റസൂലുള്ളാഹി തങ്ങൾ കാരണമായിട്ടല്ലേ വലിയ വലിയ അദാബുകളൊക്കെ ഇല്ലാതായി പോകുന്നത്. അത് എല്ലാവർക്കുള്ള ഉപകാരമാണല്ലോ.
അത് റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്നവർക്കുണ്ട്, അംഗീകരിക്കാത്തവർക്കുമുണ്ട്. എന്നാൽ അർ റഹീം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം ആഖിറത്തിൽ ഗുണം ചെയ്യുന്ന ആളാണ് റസൂൽ അള്ളാഹു. അതേ സ്വഭാവം റസൂലുള്ളാഹിക്കുണ്ട്. ഈ ലോകത്ത് വഴിപ്പെട്ട് റസൂലുള്ളാഹി തങ്ങളെ ആദർശങ്ങൾ ഫോളോ ചെയ്യിച്ചു മാത്രം നാളെ ആഖിറത്തിൽ റസൂലുള്ളാഹി ശഫാഅത്ത് കിട്ടും. വിശ്വാസികൾ കിട്ടൂലല്ലോ. അപ്പോൾ ആമായും റഹ്മത്തുണ്ട്, ഖാസായും മുഅ്മിനീങ്ങൾക്ക് പിന്നെ മൊത്തം ജനങ്ങൾക്കും കാരുണ്യമായിട്ട് നബി അழைക്കപ്പെട്ടു, പിന്നെ ഖാസായിട്ടും. മാഷാ അല്ലാഹ്. വമ്മാലിൽ കാഫിരീന ഫലിഅന്നൽ അദാബ റുഫിയ അൻഹും ഫിദ്ദുനിയ ബിസബബിഹി. ദുനിയാവിൽ ഇവിടെ അവിശ്വാസികൾക്ക് അദാബ് ഉയർത്തപ്പെടുന്നത് മൊത്തമായിട്ടില്ലാതെ മുൻകാല ഉമ്മത്തിൽ ഒന്നായിട്ട് അടിച്ചിതാക്കിയല്ലോ ഇസ്തിസ്വാൽ, അതിവിടെ അല്ല. എന്തേ കാരണം? ബിസബബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കാരണം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. മാഷാ അല്ലാഹ്. അഖൂലു ബൽ അദാബുൽ ഇസ്തിസ്വാലി മുർതഫിഉൻ അൻഹും ബിബറകത്തി വുജൂദിഹി ഇലാ യൗമിൽ ഖിയാമ. ആകെ പാടെ നശിപ്പിക്കുവാൻ അദാബ് ഹബീബിൻ്റെ വുജൂദിൻ്റെ ബറക്കത്ത് കൊണ്ട് അന്ത്യനാൾ വരെ അത് ഉയർത്തിക്കളഞ്ഞു. എന്തേ കാരണം? അതാണ് റഹ്മത്തുല്ലിൽ ആലമീൻ. ആലമീങ്ങൾക്ക് കാരുണ്യമായിട്ടാണ് മുത്തിനയച്ചത്. പക്ഷേ അതൊക്കെ ദുന്യാവിലാണ്. ആഖിറത്തിൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഷഫാഅത്ത്, അതായത് നരകത്തിൽ കിടന്നപോലെ രക്ഷപ്പെടുത്തുക എന്ന ഷഫാഅത്ത് വിശ്വാസികൾക്കേ ലഭിക്കൂ. കാരണം ആഖിറത്തിലും എല്ലാവർക്കും ഒരു റാഹത്ത് കിട്ടും. ഏത് സമയത്തും വിചാരണ തുടങ്ങണമെങ്കിൽ ആഖിറത്തുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ ആൾ വരെയുള്ള ആളുകൾക്ക് അവിടെ വിചാരണ തുടങ്ങണമെങ്കിൽ എന്ത് വേണം? ഹബീബിൻ്റെ റെക്കമെൻഡ് വേണം. മാഷാ അല്ലാഹ്. ആരാണ് ഹബീബ്? എന്താണ് ഹബീബ്? നമുക്ക് తెలిയില്ല. അല്ലാഹു തആല മുത്ത് ഹബീബിൻ്റെ ആ ഷഫാഅത്ത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹബീബിൻ്റെ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി. മാഷാ അല്ലാഹ്, എന്തൊരു പവറുള്ള ആയത്താണ്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മഹബ്ബത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഉനി, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. ഇത്തിബാഅ്, അതാണ് നമ്മൾ ഇത്തിബാഅ്. നമ്മൾ ഷാഫി മദ്ഹബുകാരല്ലേ? ഹബീബിനെ ഏതിലെല്ലാം ഇത്തിബാഅ് ചെയ്യാൻ നമ്മളെ അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ട്, അതിലൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇത്തിബാഅ് ചെയ്യണം. പ്രത്യേകിച്ച് ഇബാദത്തിലൊക്കെ ഇത്തിബാഅിന് എതിരായി നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ആ 100% ഹബീബിനെ ഇത്തിബാഅ് ചെയ്ത് അങ്ങനെ തന്നെ മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്.